കടലിൽ അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഫിഷറീസ് മന്ത്രി എവിടെയെന്ന ചോദ്യം ഉയരുകയാണ്. അപകട സ്ഥലങ്ങളിൽ മന്ത്രി എത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. കടലിൽ അപകടമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങുന്നവർ മത്സ്യമേഖലയിലുള്ളവർ തന്നെയാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിയും സർക്കാരും തെരച്ചിലിനായി ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ല. മുതലപ്പുഴയിലും നീണ്ടകരയിലും വിഴിഞ്ഞത്തും അടുത്തിടെയുണ്ടായ അപകടങ്ങളിൽ ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ സ്ഥലത്തെത്താത്തതാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. അപകട മേഖലകൾ സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ നേരിട്ട് കേൾക്കാനോ അപകടത്തിൽപ്പെട്ടവരുടെ തെരച്ചിൽ വേഗത്തിലാക്കാനോ മന്ത്രി തയ്യാറായില്ലെന്ന് V മുരളീധരൻ MLA കുറ്റപ്പെടുത്തി. മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച്, തീരദേശ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആളുകൾക്ക് ഈ വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ സമയത്ത് സർക്കാർ വകുപ്പ് വിഭജനത്തിന്റെ, പാർട്ടികളുടെ ശക്തിയുടെ ഒക്കെ പേര് പറഞ്ഞ് അത് ചെയ്തില്ല. പക്ഷേ ഒരു ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ചുമതലയോട് നീതിപൂർവകമായിട്ടുള്ള ഒരു പെരുമാറ്റം, അങ്ങനെയുള്ള ഒരു സമീപനം എടുക്കുന്ന ആളായിരിക്കണം മന്ത്രി. കടലിനെയും മത്സ്യമേഖലയെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളെ ഫിഷറീസ് മന്ത്രിയാക്കണമെന്ന ആവശ്യം മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വം കോൺഗ്രസിന് മുന്നിൽ ആവശ്യം വെച്ചിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും കടലിലെ അപകടങ്ങളും തുടർച്ചയായി ചർച്ചയാകുമ്പോഴും സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ജനം, തിരുവനന്തപുരം.